പ്രിയമുള്ളവരെ, ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും അവരുടെ പുസ്തകാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും വേണ്ടി ഉള്ള ഒരു മീറ്റിംഗ് ആണ് ഇന്നിവിടെ. കുട്ടികളുടെ സർഗാത്മക ചിന്തകൾക്ക് കരുത്തു പകരാൻ എല്ലാവരുടെയും സാന്നിധ്യവും പ്രോത്സാഹനവും നമുക്കിന്ന് ആവശ്യമാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഇന്നിവിടെ സ്വാഗതം അർപ്പിക്കുക എന്നതാണ്. ആദ്യമായി നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഫാസിന ബഷീർ, വൈസ് പ്രസിഡന്റ് KM അഷ്ഫാഖ് സാർ, സെക്രട്ടറി റെയിൻക എന്നിവരെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ സാജിദ് കോമത്ത്, തലശ്ശേരി ടീൻ ഇന്ത്യ ഏരിയ കോർഡിനേറ്റർ, അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം അവലോകനം ചെയ്യാനെത്തിയ MK മറിയു എടക്കാട്, പ്രമുഖ കവയിത്രിയാണ്. അവരെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കാനെത്തിയ ഫസീജ, തലശ്ശേരി വനിതാ വിഭാഗം ടീൻ ഇന്ത്യ കോർഡിനേറ്റർ, അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന സഹല സുഹാന, നന്ദി അർപ്പിച്ച് സംസാരിക്കാനെത്തിയ നദീമ KK, അവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ മുഴുവൻ കൊച്ചു കൂട്ടുകാരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടി ശ്രവിക്കാനിവിടെ എത്തിയ എൻ്റെ എല്ലാ അയൽക്കൂട്ട മെമ്പർമാരെയും സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് സഹല സുഹാനയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ജൂൺ 19 വായനാ ദിനം. നമ്മളെല്ലാവരും വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാണല്ലേ. അപ്പോൾ അയൽക്കൂട്ട അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വായിക്കുക, പഠിക്കുക, വളരുക, അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അതൊരു ആജ്ഞാരൂപത്തിലാണ് പറയുന്നത്. ഇഖ്റ, വെറും ഒരു വിനോദമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സംഗതിയോ പോലെയല്ല. നിങ്ങൾ ഇഖ്റ, വായിക്കുക എന്ന രൂപത്തിൽ ഖുർആൻ അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളോട് ആദ്യമായി കൽപ്പിച്ചത് തന്നെ നിങ്ങൾ വായിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വായനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ അംഗങ്ങളാവട്ടെ എല്ലാ മാസവും നമുക്ക് നടക്കുന്ന ഇൻസൈറ്റ് പരിപാടികളിൽ അവരുടെ ഒരു പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ അനുഭവം പങ്കുവെക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ തവണ ഈ ഒരു വായനാ ദിനം നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളുടെ, അതായത് അംഗങ്ങളുടെ മക്കളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ചിന്തകളും അവരുടെ വായനകളൊക്കെ വളർത്തുന്ന രൂപത്തിൽ അവരെയും കൂടി നമ്മളുടെ കൂടെ ഈ ഒരു ഉദ്യമത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ സംഗമം നടത്താൻ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നീട്ടുന്നില്ല. നമ്മുടെ മക്കളൊക്കെ ഈ ഒരു അവതരണത്തിന് വേണ്ടി അവർ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് അവരുടേതായ ഭാഷയിൽ അവർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ, അത് ഒരേ പുസ്തകം പല ആളുകളും പല രൂപത്തിലും പല ചിന്തകളിലുമായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. നമുക്കതിനെക്കുറിച്ചൊക്കെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. അതിനു മുന്നേ ഈ ഒരു പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ തലശ്ശേരി ടീൻ ഇന്ത്യ ഏരിയ കോർഡിനേറ്റർ സാജിദ് കോമത്ത് അവർകളാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മത്തിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. വായന വളർത്തുന്ന കുരുന്നു ചിന്തകൾ എന്ന തലക്കെട്ടിൽ സംഗമം അയൽക്കൂട്ടം നടത്തുന്ന വായനാ ദിനത്തിലെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന സുഹാന, അതുപോലെ സംഗമം അയൽക്കൂട്ടം പ്രസിഡന്റ് ഫാസിന ബഷീർ, റഹീം സാഹിബ്, അഷ്ഫാഖ് തുടങ്ങി ഇതിന് നേതൃത്വം നൽകുന്ന ഭാരവാഹികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമായി ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, ആദ്യമായി പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് അധ്യക്ഷത്തിൽ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വായനാ ദിനം. PN പണിക്കരുടെ സ്മരണാർത്ഥം ഇന്ന് എല്ലാവരും ആ ദിനമായി ആചരിക്കുന്നു. നമുക്കറിയാം, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് 1945 മുതൽ നമ്മുടെ സംസ്ഥാനത്ത്
ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന്റെ മുൻകൈയെടുത്ത് ഗ്രാമാന്തരങ്ങളിൽ ലൈബ്രറി സ്ഥാപിച്ച് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കി വളർത്തി എത്രയോ കാലം മുമ്പ് തുടങ്ങിയ ആ മഹാനെ സ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇങ്ങനൊരു പരിപാടി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സംഗമം അയൽക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി വളരെ ആത്മാർത്ഥമായി തന്നെ ഇതിന്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊള്ളും. നമുക്കറിയാം, വായനയുടെ അനുഭവങ്ങളാണ് ഈ കുരുന്നുകൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓരോ വായനയും ഓരോ പുസ്തകവും കുട്ടികൾക്ക് നിന്നല്ല മുതിർന്നവർക്കും എല്ലാവർക്കും അനുഭവങ്ങളാണ്. അത് വായിക്കുമ്പോൾ അതിൻ്റെ കഥാപാത്രങ്ങളോടൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ആദ്യമായി തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് ഇഖ്റ എന്നാണ്, വായിക്കുക എന്നുള്ളത്. വായിക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടാണ് നമ്മുടെ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനം ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പം വായനയുടെ പ്രാധാന്യം എത്ര ഗൗരവമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. അധ്യായത്തിന്റെ പേര് കലം എന്നാണ്. പേന എന്ന് പേര് ഇത്രയും മഹത്തരമായ ഒരു ഗ്രന്ഥത്തിന്റെ അധ്യായമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ എഴുത്തും വായനക്കും കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. വായിച്ചു പഠിക്കുക എന്നുള്ളത് സൃഷ്ടാവിനെ അറിയാൻ, സത്യം അറിയാൻ, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ, നമ്മളെ മനുഷ്യരാക്കി തീർക്കുവാൻ എല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഇവിടെ എത്തിച്ചേർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടികളും ഈ അനുഭവം പറയാൻ വന്ന കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട സമൂഹത്തിലെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവരെ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അവർ വായിച്ച വെളിച്ചത്തെയാണ്. അത് എത്രമാത്രം സന്തോഷകരമാണ്. അത് കേൾക്കുവാനായിരിക്കും എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്, അതിൽ പങ്കെടുക്കുവാനുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വായിച്ചാലും കുട്ടികൾ വളരും. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയുണ്ടല്ലോ, വായിച്ചാലും എല്ലാവരും വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, പ്രക്രിയയാണ് അല്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയുടെ 4 വരികൾ വളരെ അർത്ഥവത്തായ വരികളാണ്. ചെറു കവിത കൊണ്ട് നമ്മളെ ചിന്തിപ്പിച്ച മാഷാണ്. ഇന്നത്തെ തലമുറകൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. അങ്ങനെയാണ്. വായിച്ചില്ലെങ്കിൽ വളഞ്ഞു പോകും. വളഞ്ഞു പോകുന്ന ശരിയായ ജ്ഞാനം നമുക്ക് ലഭിക്കാതെ പോകും. നമ്മുടെ ഭാഷാശുദ്ധിയെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ വായന, പഠനം അത്യാവശ്യമാണ്. ചെറിയ സമയമാണ് എനിക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചെറു സമയത്തിനുള്ളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, സംഗമം അയൽക്കൂട്ടത്തിന്റെ രക്ഷിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് അറിവുകൾ പങ്കുവച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അവതരണത്തിലേക്ക് കടക്കാം. ആദ്യമായി കോഡ് നമ്പർ 101 തൻഹ ഫാത്തിമ, 42 പിണറായി സോൺ 42 അംഗത്തിന്റെ മകളാണ്. അസ്സലാമു അലൈക്കും. എത്ര അറിവുള്ളവനാണെങ്കിലും
എത്ര അറിവുള്ളവനാണെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ അസ്സലാമു അലൈക്കും. എത്ര അറിവുള്ളവനാണെങ്കിലും അവനിക്ക് അഹങ്കാരമുണ്ടെങ്കിൽ അവൻ നശിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് വായനാ ദിനമാണ്. ഞാൻ വായിച്ച ഖുർആൻ കഥകൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ ബുക്കിലെ ഒരു കഥയാണ് ഞാൻ വായിച്ചത്. ആ കഥയിൽ അള്ളാഹു ആദം നബിയെയും ജിന്നുകളെയും ഉണ്ടാക്കിയതും പറ്റി പറയുന്നുണ്ട്. പഠിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. എനിക്ക് ഈ ബുക്കിൽ നിന്ന് ഇഷ്ടപ്പെട്ട കാര്യമാണ്, ഒരുപാട് സ്ഥലത്ത് നിന്ന് ഈ കഥ കേട്ടായിരുന്നെങ്കിലും ഈ ബുക്കിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് ശൈത്താനിന് അസാസിൽ എന്ന് പറഞ്ഞ പേരുണ്ട് എന്നറിയാൻ പറ്റി. അള്ളാഹു എല്ലാവരോടും ആദമിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അസാസിൽ മാത്രം സുജൂദ് ചെയ്തില്ല. അള്ളാഹു ചോദിച്ചു, അതെന്തുകൊണ്ടാണ് അസാസിൽ നീ സുജൂദ് ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞു, നിന്നെ അള്ളാഹുവെ, ഇവനെ വെറും മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, എന്നെ തീയെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് കഥയിൽ നിന്ന് മനസ്സിലായത്, അള്ളാഹുവിനെ ആരും അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ ശൈത്താനെ പോലെ നമ്മൾക്കും വെടുക്ക് സ്വഭാവം വരും. അപ്പോൾ എല്ലാവരും ഈ ബുക്ക് വായിക്കാനായിട്ട് ഞാൻ പറയുന്നു. അസ്സലാമു അലൈക്കും. എല്ലാ കുട്ടികളും അവരവരുടെ ക്ലാസ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന വിവരം പറയണം കേട്ടോ. അടുത്തതായി കോഡ് നമ്പർ 102 ജന്ന മുദസ്സിർ 10 വയസ്സ്. അയൽക്കൂട്ടം 176 കതിരൂർ സോൺ ജംഷീദയുടെ മകളാണ്. അവരിൽ ഏറ്റെങ്കിൽ വേറെ ഒരാളെ കൊണ്ട് വായിപ്പിച്ചൂടെ? ഓക്കെ, എന്നാല് നെക്സ്റ്റ് കോഡ് നമ്പർ 103 ലൈബ ഫാത്തിമ 12 വയസ്സ്. അയൽക്കൂട്ട അംഗം
അഷീറയുടെ മകളാണ് സംഘം 40 ചിറക്കര സോൺ. അസ്സലാമു അലൈക്കും. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ PN പണിക്കരുടെ ചരമദിനം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിലും വിളയും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മലയാള സാഹിത്യത്തിലെ അമരകൃതികളിലൊന്നായ ബാലസഖി എന്ന നോവലാണ്. ഇതിന്റെ രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീറാണ്. മജീദും സുഹറയും തമ്മിലുള്ള ആത്മമായ സ്നേഹത്തിന്റെയും കഥയാണ് ഈ നോവലിൽ പറയുന്നത്. ബാല്യകാലം മുതൽ ഒരുമിച്ച് വളർന്ന് ഇവർ പരസ്പരം ഏറെ സ്നേഹിച്ചുവെങ്കിലും ജീവിത സാഹചര്യങ്ങൾ, ദാരിദ്ര്യവും അവരുടെ ജീവിതത്തെ ദുഃഖകരമായ വഴിയിലേക്ക് നയിച്ചു. ഈ പുസ്തകത്തിൽ നാം വായിച്ചത് മജീദും സുഹറയും ബാല്യകാലം മുതൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. വളരുന്നതോടൊപ്പം അവരുടെ സൗഹൃദവും സ്നേഹമായി മാറി. എന്നാൽ ദാരിദ്ര്യവും ജീവിത പ്രശ്നങ്ങളും കാരണമായി അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. മജീദ് ജോലി തേടി പല സ്ഥലങ്ങളിലും പോയി. അതിനിടെ സുഹറയുടെ ജീവിതത്തിലും പല കഷ്ടപ്പാടുകളും ഉണ്ടായി. ഒടുവിൽ അവർ വീണ്ടും കണ്ടുമുട്ടിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ വിധി അനുവദിച്ചില്ല. സുഹറ മരണപ്പെടുകയും മജീദ് വലിയ ദുഃഖത്തിലാവുകയും ചെയ്തു. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമവും അതോടൊപ്പം ജീവിതത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാടും ലഭിച്ചു. സ്നേഹവും ത്യാഗവും ജീവിതത്തെ കഷ്ടപ്പാടുകളും എന്നിവയെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നു. മജീദും സുഹറയുടെ ജീവിതം വായനക്കാരുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ചു. ഇതിന്റെ ഗുണപാഠം: യാഥാർത്ഥ സ്നേഹവും നല്ല മനസ്സും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. മനുഷ്യബന്ധങ്ങൾ പണത്തേക്കാൾ വിലയുള്ളതാണ്. ഈ പരിപാടി അവസരം തന്ന കൾച്ചറൽ ഫോറത്തിനും നന്മ വെൽഫെയർ സൊസൈറ്റിക്കും നന്ദി. മാഷാ അല്ലാഹ്. അടുത്തതായി മുക്കവിം അബ്ദുള്ള ഇബ്നു നിസാർ, 10 വയസ്സ്, സീതാർവളി സോൺ സംഘം അയൽക്കൂട്ടം 175 അംഗം ഷബാന നിസാറിന്റെ മകനാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് PN പണിക്കരുടെ ജന്മദിനമാണ് ആണല്ലോ. അതല്ലേ വായനാ ദിനമായി ആചരിക്കുന്നത്. ടോട്ടോച്ചാൻ എന്ന പുസ്തകത്തിന്റെ അനുഭവ വിവരണമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. ജാപ്പനീസ് എഴുത്തുകാരിയായ ടെസുഗോ കുറോയിനാഗി ടോട്ടോച്ചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകം രചിച്ചത്. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ്. ടെസുഗോ തന്റെ മറക്കാനാവാത്ത കുട്ടിക്കാല അനുഭവങ്ങളെ പിന്നെ നിഷ്കളങ്കത ഒട്ടും ചോർന്നു പോവാതെ ഈ പുസ്തകത്തിൽ വരച്ചിട്ടിട്ടുണ്ട്. ടോട്ടോച്ചാൻ എന്ന ഒരു ജാപ്പനീസ് കുട്ടിയുടെ ജീവിതകഥയാണ് ഈ പുസ്തകത്തിലെ പ്രമേയം. ഒരു കുട്ടിയുടെ കൗതുകങ്ങളെ മനസ്സിലാക്കാത്ത സ്കൂളിലായിരുന്നു ടോട്ടോച്ചാൻ ആദ്യം പഠിച്ചിരുന്നത്. രണ്ടാമതായി കുട്ടികളുടെ കൗതുകങ്ങൾക്കും ആകാംക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു പഴയ തീവണ്ടി കോച്ചുകളിൽ നടത്തിയിരുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ക്ഷോമോ എന്ന വിദ്യാലയമാണ് ടോട്ടോയുടെ അമ്മ തിരഞ്ഞെടുത്തത്. അതിലൂടെ ടോട്ടോച്ചാന്റെ ജീവിതം മനോഹരമാകും. ടോട്ടോച്ചാനെ ആ സ്കൂളിലെ മാസ്റ്ററെ നല്ല ഇഷ്ടമായിരുന്നു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ടോട്ടോച്ചാന്റെ ജീവിതം. ടോട്ടോയുടെ വിദ്യാലയ ജീവിതത്തെ കുറിച്ച് വായിക്കുമ്പോൾ വായനക്കാരിലേക്ക് ആ മാധുര്യം പകരുന്നു. താൻ വലുതായാൽ ആ സ്കൂളിലെ അധ്യാപികയാവുമെന്ന് മാസ്റ്റർക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ സാധിക്കാത്തതിന്റെ വിഷമവും തന്റെ സ്കൂൾ ഒരു ബോംബേറിൽ തകർന്നേടിഞ്ഞ വേദനയും വാക്കുകളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ എഴുത്തുകാരിക്ക് സാധിക്കുന്നു. കൂട്ടുകാർ ടോട്ടോച്ചാൻ അവരുടെ അമ്മയായ റോക്കി കൊബായാഷി മാസ്റ്റർ, കൂട്ടുകാരായ മിയോ ചാനും കാഹാഷിയും ഷാക്കോ, തൻജി, അമാദോ,
കീക്കോ ചാൻ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ വായനക്കാരുടെ മുന്നിലെത്തുന്നത്. നന്ദി. മഷാല മുക്കവിൻ. അടുത്തത് 105 ആയിഷ ലീസ. സംഗമം പാലിശ്ശേരി സോൺ അയൽക്കൂട്ടം 64 അംഗം അബ്ദുൾ റസാഖിന്റെ മകളാണ്. അസ്സലാമു അലൈക്കും. ഇന്ന് ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നു. നാം ഇന്ന് ആചരിക്കുന്നത് PM പണിക്കരുടെ ചരമദിനമായാണ്. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് കാരുണ്യത്തിന്റെ കഥകൾ. ഇത് രചിച്ചത് VS സലീം. VS സലീമിന്റെ ജന്മസ്ഥലം തൃശൂരിലാണ്. 1951 അദ്ദേഹം ജനിച്ചു. ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ അദ്ദേഹത്തിന് ബിരുദവും നേടിയിട്ടുണ്ട്. ഈ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് മുഹമ്മദ് നബി അനുചരന്മാർക്ക് പലപ്പോഴായി പറഞ്ഞു കൊടുത്തതും തിരുമേനി തന്നെ കഥാപാത്രമായതുമായ ജീവിതകാരുണ്യപരമായ ധാരാളം സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കുട്ടികൾക്ക് മനസ്സിലാവും വിധം അവ ലളിത ഭാഷയിൽ പുരാണവാക്യം ചെയ്തിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് കരയുന്ന ഒട്ടകം. ഒരിക്കൽ നബി ഒരു പൂന്തോട്ടത്തിലേക്ക് ചെന്നു. അവിടെ ഒരു ഒട്ടകത്തിന്റെ കരച്ചിൽ ശബ്ദം അദ്ദേഹം കേട്ടു. അദ്ദേഹം ആ ഒട്ടകത്തിന്റെ അടുത്ത് ചെന്നു. ആ ഒട്ടകം കരയുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ആ ഒട്ടകം വിശന്നുകൊണ്ടാണ് കരയുന്നതെന്ന്. ആ ഒട്ടകം വല്ലാതെ പിരിഞ്ഞിരുന്നു. ആ പ്രവാചകനെ ആ സാധു ജീവിയോട് വല്ലാത്ത അലിവ് തോന്നി. പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, ആരുടേതാണ് ഈ ഒട്ടകം? അതിൽ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, ഞാനാണ് ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ. ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ചോദിച്ചു. ദൈവം ഒട്ടകത്തെ മനുഷ്യനെ ഏൽപ്പിച്ചത് അവൻ അതിനെ നന്നായി സംരക്ഷിക്കാനും പകരം അതിനുവേണ്ടി ഭാരം ചുമക്കാനും പാൽ ചിരത്തുവാനാണല്ലോ. പ്രവാചകന്റെ ഈ വിസ്താരം ആ മനുഷ്യനെ വല്ലാതെ കുറ്റബോധമാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ദൈവത്തിന്റെ ഈ സൃഷ്ടിയോട് ഞാനിങ്ങനെ ക്രൂരത കാണിക്കരുതായിരുന്നു. എനിക്കിതിൽ തീർച്ചയായും ഖേദമുണ്ട്. അയാൾ ഏറ്റുപറഞ്ഞു. നമ്മൾ ഈ കഥയിലെ ഗുണപാഠം എന്ന് പറയുന്നത് നാം എല്ലാ ജീവികളോടും നല്ല രീതിയിൽ പെരുമാറേണ്ടിയിരിക്കുന്നു. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. മാഷാഅല്ലാ. മാഷാഅല്ലാ ആയിഷ ലീസ. നെക്സ്റ്റ് 106 ആമിന ഹംദ. സംഘം പിണറായി സോൺ 42 അംഗം റംസീനയുടെ മകളാണ്. 13 വയസ്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആമിന ഹംദ. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ലോകസുന്ദരൻ എന്ന ബുക്കിന്റെ അനുഭവത്തെ കുറിച്ചാണ്. TK ഉബൈദ് രചിച്ച ലോകസുന്ദരൻ എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. പ്രവാചകൻ യൂസഫ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നേരിട്ട പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും എന്നെ ഏറെ സ്വാധീനിച്ചു. സഹോദരന്മാർ കിണറ്റിൽ തള്ളിയിട്ടിട്ടും യൂസഫ് അലൈഹിസ്സലാം ക്ഷമ കൈവിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിച്ച് മുന്നോട്ടു പോയ അദ്ദേഹം പിന്നീട് ഈജിപ്തിലെ പ്രധാന സ്ഥാനത്തിലെത്തി. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ക്ഷമയും എനിക്ക് വലിയ പാഠമായി. ഈ പുസ്തകം വായിച്ച ശേഷം എപ്പോഴും സത്യം പറയണമെന്നും ക്ഷമ പാലിക്കണമെന്നും
അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നും ഞാൻ മനസ്സിലാക്കി. അറിവും നല്ല സ്വഭാവവും മനുഷ്യനെ ഉയർത്തുമെന്നും ഈ പുസ്തകം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ലോകസുന്ദരൻ എന്ന പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. എന്റെ അവതരണം കേട്ട എല്ലാവർക്കും നന്ദി. ഈ ബുക്ക് എല്ലാവരും വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. മാഷാഅല്ലാ ആമിന ഹംദ. നെക്സ്റ്റ് 107 സഹറ ഹയ. സംഗമം പാലിശ്ശേരി സോൺ അംഗം ഷമീമയുടെ മകളാണ്. 12 വയസ്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത്. ഈ പുസ്തകം വായിച്ചത് എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരിൽ ഒരാളായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്നു. ചെറുപ്പം മുതൽ സത്യാന്വേഷണത്തിലായിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ യഥാർത്ഥ ദൈവങ്ങളല്ലെന്ന് മനസ്സിലാക്കുകയും ജനങ്ങളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ നിരവധി പരീക്ഷണങ്ങളും എതിർപ്പുകളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എന്നാൽ യാതൊരു സാഹചര്യത്തിലും അദ്ദേഹം സത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ തീയിൽ എറിയാൻ ശ്രമിച്ച സംഭവവും അള്ളാഹു അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയതും എന്നെ ഏറെ സ്വാധീനിച്ചു. കൂടാതെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ പ്രിയപുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയർപ്പിക്കാൻ തയ്യാറായ സംഭവം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വ്യക്തമാക്കുന്നു. ഈ പുസ്തകം വായിച്ചതിലൂടെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ക്ഷമ, ത്യാഗം, ധൈര്യം എന്നിവയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അള്ളാഹുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടതാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ലളിതമായ ഭാഷയും ഹൃദയസ്പർശിയായ അവതരണവും കാരണം ഈ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ വായന എൻ്റെ അറിവ് വർദ്ധിപ്പിക്കുകയും നല്ല സ്വഭാവ ഗുണങ്ങൾ വളർത്താൻ പ്രചോദനം നൽകുകയും ചെയ്തു. അതിനാൽ എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം എന്ന പുസ്തകം വായിച്ച് അതിലെ മഹത്തായ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസവും ക്ഷമയും ഉള്ളവർക്ക് അള്ളാഹുവിന്റെ സഹായം എപ്പോഴും കൂടെയുണ്ടാവും എന്ന വലിയ സന്ദേശമാണ് ഈ പുസ്തകം എനിക്ക് നൽകിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. മാഷാഅല്ലാ. അടുത്തതായി 108 ആസിയ ആസാദ്. 10 വയസ്സ്. സംഗമം കതിരൂർ സോൺ 17 അംഗം ഷർമിനയുടെ മകളാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ജൂൺ 19 വായനാ ദിനം. വായന നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും മാത്രമല്ല ചിന്താശേഷിയും ധവനയും ഹൃദയവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയിൽ നിന്ന് ഏതാനും കുറച്ച് വരികൾ. ഒന്നും ഇവിടെ വഴിയുണ്ട്. സുഹറ കണക്കിൽ മിടുക്കിയായിരുന്നു. വ്യാധർ അവളെ പുകഴ്ത്തുകയും മജീദിനെ അടിക്കുകയുമായിരുന്നു പതിവ്. കണക്കുകൾ സംബന്ധിച്ചോളം മജീദിന്റെ ആകെപ്പാട് ഒരു അങ്കാലമാണ്. എത്ര ശ്രമിച്ചാലും ഒന്നും ശരിയാകുകയില്ല. മണ്ടശിരോമണി എന്നാണ് മജീദിനെ വ്യാധർ വിളിക്കുക. ഹാജർ വിളിക്കുന്നതും അങ്ങനെയാണ്. അതിൽ ആർക്കും ഒരു പരാതിയുമില്ല. മജീദ് മണ്ടനാണ്. അതുകൊണ്ട് അവൻ കുട്ടികളുടെ ഇടയ്ക്കിരുന്ന് ഉച്ചത്തിൽ വിളിക്കുകയും ഹാജരെ ഒന്നും എത്രയാണ്? ഗുരുനാഥൻ ഒരിക്കൽ മജീദിനോട് ചോദിച്ചു. ഒന്നും രണ്ടാണെന്നുള്ളത് ലോകപ്രസിദ്ധമാണല്ലോ. പക്ഷെ അതിൽ മജീദ് പറഞ്ഞ അത്ഭുതകരമായ സമാധാനം കേട്ട് ഗുരുനാഥൻ പൊട്ടിച്ചിരിച്ചു പോയി. ക്ലാസ് ആകെ ചിരിച്ചു. മജീദ് പറഞ്ഞു സമാധാനം പിന്നീട് അവന്റെ പരിഹാസ പേരുമായി തീർന്നു. ആ ഉത്തരം പറയുന്നതിനു മുമ്പ് മജീദ് ആലോചിച്ചു. രണ്ടു നദികൾ സമ്മേളിച്ച് കുറച്ചും കൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ രണ്ടു ഒന്നുകൾ ഒരുമിച്ച് ചേരുമ്പോൾ കുറച്ചും കൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്നായി ആയിത്തീരുന്നു.
അങ്ങനെ കണക്കുകൂട്ടി സാബിമാരും മജീദ് പ്രസ്താവിച്ചു. ഉമ്മിണി വല്യമ്മ അങ്ങനെ കണക്കുശാസ്ത്രത്തിൽ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചതിന് മജീദ് അന്ന് ബഞ്ചിൽ കയറ്റുന്നു. ഉമ്മിണി വല്യമ്മ എല്ലാവരും അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് മജീദ് സമ്മതിച്ചില്ല. രണ്ടാണെന്ന് ആയതിനാൽ അത്ഭുതകരമായ ഉത്തരത്തിന്റെ പ്രതിഫലം 6 ചിട്ടടി ഒരുമിച്ച് കൊടുത്തു. ആ വലിയ അടി വിചാരിച്ചു കൊള്ളാൻ അധ്യാപകർ മജീദിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം സഹപാഠികൾ അവനെ കാണുമ്പോൾ തമ്മിൽ ഉമ്മിണി വല്യമ്മ. ആ പരിഹാസവും അതിന് കാരണമായി. സംഗീതം മജീദിനെ വളരെ വേദനപ്പെടുത്തി. അവൻ പറഞ്ഞതും പരമസത്യമാണ്. പക്ഷെ ആരും അത് വിശ്വസിക്കാത്തതുണ്ട്. ഒരു പക്ഷെ തെറ്റായിരിക്കാം. മജീദ് തനി മണ്ടനായിരിക്കാം. സഹിക്കാവയ്യാതെ സങ്കടത്തോടെ മജീദ് ചെന്ന് ഉമ്മയോട് ആവലാതി പറഞ്ഞു. മാതാവ് കഠിനോടെ ഉപദേശിച്ചു. സങ്കടമെല്ലാം പടച്ചോനറിയുവാൻ. റബ്ബുൽ ആലമീൻ ഓരോരുത്തരുടെയും അപേക്ഷ തള്ളിക്കളയില്ല മോനെ. അതനുസരിച്ച് ആ പിഞ്ചു ഹൃദയം ജഗന്നേതാവിനോട് ഹൃദയപൂർവ്വം അപേക്ഷിച്ചു. എന്റെ റബ്ബെ, എന്റെ കണക്കുകളെല്ലാം ശരിയാക്കി തരണേ. അതായിരുന്നു മജീദിന്റെ ആദ്യത്തെ പ്രാർത്ഥന. രാവും പകലും മജീദ് പ്രാർത്ഥിക്കും. എന്നിട്ടും കണക്കുകളെല്ലാം തെറ്റുകയാണ് ചെയ്തു. മജീദ് വളരെ അടിയും കൊണ്ട് കൈവെള്ള എപ്പോഴും വീങ്ങും. അവന് സഹിക്കാൻ കഴിയുന്നില്ല. സംഗീതങ്ങളൊക്കെ മജീദ് സുഹറയോട് പറയും. അത് വളരെ പിണക്കങ്ങൾക്ക് ശേഷമാണ്. ഉമ്മിണി വല്യമ്മ ആയതിനു ശേഷം മജീദ് ആരോടും മിണ്ടുകയില്ലായിരുന്നു. അടുത്ത ബെഞ്ചിൽ ഇരുന്ന സുഹറ നോക്കും. മജീദ് മുഖം തിരിച്ചു കളയും. ഒടുവിൽ മജീദ് മിണ്ടി. സുഹറ ചിരിച്ചു. അവൾ സ്ഥലം മാറി ഇരുന്ന് മജീദിന്റെ തൊട്ടടുത്ത ബെഞ്ചിൽ അറ്റത്തായി അവളുടെ ഇരിപ്പ്. അതോടെ മജീദ് ആടിക്കൊള്ളാതെ അവന്റെ കണക്കുകളൊക്കെ ശരി. അമ്പട അധ്യാപകർ അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിച്ചതുപോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ കളിമണ്ണല്ല. അങ്ങനെ ഗുരുനാഥൻ സ്തുതി വചനങ്ങൾ മജീദിന്റെ പരിഹാസപ്പെട്ടിന് മായ്ച്ചു കളഞ്ഞു. കുട്ടികൾ അസൂയയോടെ പറയും, മജീദാണ് ക്ലാസ്സിലുള്ളവൻ. അത് കേൾക്കുമ്പോൾ സുഹ്റ പുഞ്ചിരി തൂകും. അതിന്റെ പൊരുൾ മറ്റാർക്കും മനസ്സിലായിരുന്നില്ല. മജീദിന്റെ കണക്കുകൾ ശരിയാകുന്നത് രഹസ്യം സുഹറയുടെ മന്ദാഹസത്തിന്റെ ഒളിഞ്ഞ് കിടന്നിരുന്നു. കണക്കുകൾ ചെയ്യാൻ കുട്ടികളൊക്കെ എണീറ്റ് മുഖത്തോടെ മുഖം നോക്കുമ്പോൾ മജീദിന്റെ ഇടത്തെ കണ്ട് സുഹറയുടെ സ്ലേറ്റിലായിരിക്കും. അവളെടുത്ത് മജീദ് പകർത്തും. കണക്ക് ചെയ്തു തീർന്നാലും അവൾ ഇരിക്കുകയില്ല. ആദ്യം മജീദ് ഇരിക്കണം. പള്ളിക്കൂടത്തിൽ നിന്ന് അവൾ ഒരുമിച്ച് വീടുകളിലേക്ക് വരുന്ന സമയത്ത് മറ്റാരും കേൾക്കാതെ മജീദ് സുഹറയെ കളിയാക്കും. പലതും മോർത്ത് സുഹറ മന്ദസിക്കും. എന്നിട്ടും മന്ത്രിക്കും. ഉമ്മിണി വല്യമ്മ. അപ്പോൾ മജീദ് ദേഷ്യം മുഴുവനും ഒറ്റ വാക്കത്തിൽ ഒളിച്ചുകൊണ്ട് അവൻ പറയും, രാജകുമാരി. അപ്പോ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത് എന്താണ്? സുഹറ മജീദിനെ സഹായിച്ചതിനാൽ ഗുരുനാഥൻ സ്തുതിവചനങ്ങൾ മജീദിന്റെ പരിഹാസ പേരിൽ മായ്ച്ചു കളഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. അവതരണമുണ്ട്. അതിനിടയിൽ നമ്മളോട് ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ ഇന്ത്യ തലശ്ശേരി വനിതാ കോർഡിനേറ്റർ ഫസീജ എത്തിയിട്ടുണ്ട്. അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അവതരണം അതിന് ശേഷം നടക്കുന്നതായിരിക്കും. ആദരണീയരായ അയൽക്കൂട്ടം ഭാരവാഹികളെ, നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ സാജിദ് തോമസ് സാഹിബ്, നമ്മുടെ ഇന്നത്തെ അവലോകനം നടത്താനെത്തിയ എനിക്ക് മറിയു സാഹിബ, സ്നേഹന രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ജൂൺ 19 വായനാ ദിനാശംസകൾ എല്ലാവർക്കും നേരുകയാണ്. നമ്മുടെ മക്കളുടെ പുസ്തകം വായിച്ചുള്ള അവലോകനങ്ങൾ, അവരുടെ ആ ഒരു അനുഭവങ്ങൾ ഇവിടെ നമ്മൾ കേട്ടു. ഈ കേട്ടതില് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം അല്ലേ, ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങളും വ്യത്യസ്തമായ ഗുണപാഠങ്ങളും പറഞ്ഞു.
അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ഇന്നത്തെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് വായന മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഓരോ പുസ്തകം വായിക്കുമ്പോഴും നിങ്ങളെ വേറൊരു ലോകത്തിലേക്ക്, അല്ലെ, നമ്മൾ ആ വായിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അനുഭവം എന്ന് പറയുന്നത്, നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണുകയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണമല്ല നമുക്കൊരു വായനയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത്. അത് നമ്മുടെ ചിന്താശേഷി വളർത്തുന്നു പറയുന്നത്, നമ്മളിപ്പോ വായിക്കുമ്പോൾ ഇപ്പൊ എന്താണ് ബഷീറിന്റെ കഥകൾ വായിക്കുമ്പോൾ അതിലിപ്പം മജീദ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മജീദിനെ സങ്കല്പിക്കുകയാണ്, അല്ലെ? ഓരോരുത്തർ ഓരോ സങ്കല്പത്തിലായിരിക്കും മജീദിനെ സങ്കല്പിക്കുക. അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മളത് അനുഭവിക്കുകയാണ്, അല്ലെ? വായിക്കുന്നതിലൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാല് അനുഭവിക്കുകയാണ്. അവരനുഭവിച്ചത് നമ്മൾ ആ ഒരു ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോവാണ്. നിങ്ങളിപ്പം APJ അബ്ദുൽ കലാമിന്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഒക്കെ ജീവചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? അവര് അനുഭവിച്ച പ്രയാസങ്ങള് നമ്മൾ അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അത് നമ്മൾ അനുഭവിച്ചതുപോലെ നമ്മളൊരു ലോകത്തിലേക്ക് കൊണ്ടുപോവാണ്. അതിലൂടെ നമ്മുടെ ഭാവന, അല്ലെ, നമ്മൾ ആ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വീട്, ഒരു ഗ്രാമത്തിലുള്ള വീട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ആ ഭാവന ഇങ്ങനെ വരികയാണ്. നമ്മുടെ ചിന്താശേഷി വളരുകയാണ്, നമ്മുടെ മസ്തിഷ്കം സജീവമാവുകയാണ്. നമ്മളിപ്പം റീൽസ് കാണുന്നത് പോലെയല്ല, അല്ലെ? നമ്മളിപ്പോ റീൽസ് കണ്ട് ഒരുപാട് സമയം അങ്ങനെ പോവാണ്. പക്ഷെ നമ്മളൊരു വായിക്കുമ്പോ നമ്മളൊരു കോൺസെൻട്രേഷൻ, അല്ലെ? നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വായനയിലാണ് നമ്മളെ ശ്രദ്ധ. വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചാൽ നമ്മളെ വായന മുന്നോട്ടേക്ക് പോകില്ല, അല്ലെ? അവിടെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുകയാണ്, നമ്മുടെ ഏകാഗ്രത, അതേപോലെ നമ്മുടെ ഭാവന, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ അനുഭവങ്ങള്. നമുക്ക് എവിടെയോ ഉള്ള ഒരു വ്യക്തിയുടെ ജീവചരിത്രം വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, അല്ലെ? ഓരോരുത്തരുടെ അനുഭവക്കുറിപ്പുകൾ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങള്. തീർച്ചയായിട്ടും വായന എന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ പറയാ, ഒരു ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സൗണ്ട് ഇല്ല? ഓക്കെ. അപ്പം എനിക്ക് എന്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വായനാ ദിനത്തില് ഒരു പ്രതിജ്ഞ എടുത്ത് മുന്നേറുക എന്നുള്ളതാണ്. അതായത് മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കുന്നുള്ളതും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ, കാരണം പുസ്തകങ്ങൾ പല തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, അല്ലെ? അതായത് നമ്മുടെ അനുഭവക്കുറിപ്പുകളുണ്ട്, ജീവചരിത്രങ്ങളുണ്ട്, കഥകളുണ്ട്, അല്ലെ? ബാലസാഹിത്യ കഥകളുണ്ട്, നോവലുകളുണ്ട്, നമ്മൾ ശാസ്ത്ര ലോകത്തെ കുറിച്ചുള്ളതുണ്ട്, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള, അല്ലെ, മതവിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന, ഇങ്ങനെ പല വിഭാഗത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെയാണ് ഏറ്റവും മികച്ചത്, നമുക്ക് ഗുണമുള്ളത് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ വായനയിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ, നമ്മുടെ ഭാഷ നന്നാക്കാൻ അത് വലിയൊരു ഘടകമാണ്. നമുക്ക് എഴുതാനും വായിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും സംസാരവും അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, വായന ഗുണമുള്ള നേതാക്കളുടെ നിലപാടുകൾ കുറച്ചുകൂടി മികവുള്ളതായിരിക്കും. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ വായന എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഘടകമാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് വായനയിലൂടെ. നമ്മുടെ നമ്മളെ മെന്റലി സ്ട്രെസ്, അല്ലെ, മാനസികമായ സമ്മർദ്ദം കുറക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്, നമ്മുടെ കമ്മ്യൂണിക്കേഷന്, നമ്മുടെ എഴുത്തിനെ എല്ലാം നന്നാക്കാനും, എല്ലാത്തിലും ഉപരി ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ കിട്ടും. അത് നമ്മുടെ ജീവിതത്തില് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വ്യക്തികളായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കും.
അപ്പൊ എൻ്റെ ബാക്കിയുള്ള കുഞ്ഞുമക്കൾ അവിടെ കാത്തു നിൽക്കുകയാണ് അവരുടെ അവലോകനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് മക്കളോട് ഇത്രേ പറയാനുള്ളൂ. വായന എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു പിന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ഗുണമാണ്. അതിനെ ഈ കാലഘട്ടത്തിൽ നശിച്ചു പോകാന് നിങ്ങൾ അനുവദിക്കരുത്. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. അടുത്തതായി 109 മിലാന, 12 വയസ്സ്, പിണറായി സോൺ 7 അയൽക്കൂട്ടം, ഷബാനയുടെ മകളാണ്. അസ്സലാമു അലൈക്കും. ഞാൻ റാബിത്തുൽ മിലാന 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. സമയം വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ന പുസ്തകത്തിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. സമയം വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ന പുസ്തകം എഴുതിയത് യൂസഫുൽ കറദാവിയാണ്. സമയം വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ അനുഭവ പാഠം. പണം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും സമ്പാദിക്കാം, പക്ഷെ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതിനാൽ വിശ്വാസി തന്റെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ പ്രീതിക്കും നന്മയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് പുസ്തകത്തിലെ പ്രധാന സന്ദേശങ്ങളിൽ ഒന്ന്. സമയം അള്ളാഹു നമുക്ക് നൽകിയ അമൂല്യമായ അനുഗ്രഹമാണെന്ന് ഗ്രന്ഥകാരൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ബുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ബുക്കിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമയം എത്രമാത്രം പ്രധാനമാണെന്ന് മനസ്സിലായി. നിങ്ങളും ഈ ബുക്ക് വായിക്കണം. എൻ്റെ അനുഭവം കേട്ട എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മാഷാ അല്ലാ. ഇനി നമ്മൾ നേരത്തെ അവതരിപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്ന 102 ജന്ന മുദ്ദസിർ, 10 വയസ്സ്, കതിരൂർ സോൺ, സംഗമം 176 ജംഷീദയുടെ മകളാണ്. അസ്സലാമു അലൈക്കും. ഞാൻ വായിച്ച പുസ്തകം ജംഗിൾ ബുക്ക്. രചയിതാവ് റഡ്യാൾഡ് കിപ്ലിംഗ്. ജംഗിൾ ബുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാഹസിക കഥയാണ്. കാട്ടിൽ ചെന്നായ്ക്കളുടെ സംരക്ഷണത്തിൽ വളരുന്ന മൗഗ്ലി എന്ന ബാലന്റെ ജീവിതമാണ് ഈ കഥയുടെ പ്രമേയം. കാട്ടിലെ മൃഗങ്ങളുമായുള്ള അവന്റെ സൗഹൃദവും സാഹസിക അനുഭവവും എന്നെ ഏറെ ആകർഷിച്ചു. കഥയിലെ ഷേർഖാൻ എന്ന കടുവയും ബാലു എന്ന കരടിയും ബഗീര എന്ന കരിമ്പൊരിയും ശ്രദ്ധേയ കഥാപാത്രങ്ങളാണ്. ഇവരുടെ ഇടപെടലുകൾ കഥയെ കൂടുതൽ രസകരവും ആവേശകരവുമാക്കുന്നു. ഈ പുസ്തകം വായിക്കുമ്പോൾ പ്രകൃതിയെയും മൃഗങ്ങളെയും സ്നേഹിക്കാനും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിതത്തെ നേരിടാനും പഠിക്കാം. ലളിതമായ ഭാഷയും മനോഹരമായ അവതരണവും കഥയെ വായനക്കാരുടെ മനസ്സിൽ സ്ഥിരമായി നിലനിർത്തുന്നു. ജംഗിൾ ബുക്ക് ഒരു വിനോദ കഥ മാത്രമല്ല, സൗഹൃദം, ധൈര്യം, സ്നേഹം, പ്രകൃതിയോടുള്ള ആദരവ് എന്നിവയോടുള്ള മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന മികച്ച ബാലസാഹിത്യ കൃതിയാണ്. ഈ പുസ്തകം വായിച്ചത് എനിക്ക് വളരെ സന്തോഷവും പുതിയ അറിവും നൽകി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നമ്മുടെ മക്കളുടെ അവതരണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാ അതിന്റെ ഒരു അവലോകനം അത് നമുക്കറിയണ്ടേ. അതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ കവിയത്രിയും സാഹിത്യകാരിയുമായ MK മറിയു എടക്കാടാണ്. നമ്മുടെ നാട്ടുകാരിയായ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, എപ്പോഴും സാഹിത്യ രംഗത്ത് സജീവമായിരിക്കുന്ന വാഗ്മിയായ മറിയു ടീച്ചറാണ്. അവരെ ഈ പരിപാടിയുടെ അവലോകനത്തിനായി നമ്മുടെ കുരുന്നുകളുടെ
വായനാനുഭവങ്ങളുടെ അവലോകനത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പം IPHന്റെ പുസ്തകങ്ങളാണ് മിക്കവാറും കുട്ടികൾ വായനാ വിധേയമാക്കി അല്ലെങ്കിൽ പഠന വിധേയമാക്കി സംസാരിച്ചത്. എനിക്ക് തോന്നിയത് കുറേ കുറിപ്പുകൾ പേരൻസ് തയ്യാറാക്കി കൊടുത്തതുപോലെയാണ് തോന്നിയത്. കുറച്ചും കൂടി ശരിയാവുക കുട്ടികൾ തന്നെ അവരുടെ ഭാഷയിൽ, അവരുടെ ഭാവനയിൽ, അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ, പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അത് വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ ഒരു IPHന്റെ പുസ്തകങ്ങൾ മാത്രമല്ലാതെ പുറത്തു നിന്നുള്ള പുസ്തകങ്ങൾ കൂടി നമ്മൾ വായനാ വിധേയമാക്കേണ്ടതുണ്ട്. കുട്ടികളെ കാത്തുകൊണ്ട് ഒരുപാട് ബാലസാഹിത്യ കൃതികൾ മലയാളത്തിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. മലയാളം അല്ലാത്ത ഇംഗ്ലീഷ് ഭാഷയിലുള്ള മനോഹരമായ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു പുസ്തകം തിരഞ്ഞെടുത്തതെന്ന്. തിരഞ്ഞെടുപ്പിൽ മോശമൊന്നുമില്ല. മിക്കവാറും ആളുകളുടെ പ്രവാചകന്മാരുടെ പുസ്തകത്തെ അനുഭവ കഥകളാണ്, പുസ്തകങ്ങളിലെ അനുഭവ കഥകളാണ് ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. അത് മിക്കവാറും ലോകസുന്ദരൻ, അതുപോലെ മുത്തുമാല, ഖുർആൻ കഥകൾ, കാരുണ്യത്തിന്റെ കഥകൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് എല്ലാവരും വായിച്ചത്. ഇതിന്റെ കൂടെ 2 ആളുകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസായ ബാല്യകാല സഖി എന്ന പുസ്തകം, ഒരുപാട് അർത്ഥതലങ്ങളുള്ള, എത്ര മുതിർന്ന ആളുകൾ വായിച്ചാലും പിന്നെയും അർത്ഥവും ആശയങ്ങളും അവശേഷിക്കുന്ന ഒരു മഹത്തായ കൃതികൾ. ലോക ക്ലാസിക്കുകളൊന്നായ വിക്ടോറിയയോട് നിരൂപകർ ഉപമിച്ച ഒരു പുസ്തകമാണ് ചെറിയ കുഞ്ഞു മക്കള് വായിച്ച് അതിന്റെ കുറിപ്പ് തയ്യാറാക്കിയത് കണ്ടത്. കുട്ടികൾ തയ്യാറാക്കിയ കുറിപ്പാണെങ്കിൽ വളരെ ശ്ലാഘനീയമാണത് എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മുതിർന്നവരാണെങ്കിൽ അവരവർക്കറിയാം അങ്ങനെ ഉണ്ടോ എന്ന്. അതല്ലാത്ത കൃതികളും ചില കൃതികളുടെ കുറിപ്പുകള് മുതിർന്നവരുടെ സഹായത്തോടെ തയ്യാറാക്കപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ചില കുട്ടികൾ വളരെ നിഷ്കളങ്കമായിട്ട് അവരെ വായനാനുഭവങ്ങൾ അവരുടേതായ തന്നെ ശൈലിയിൽ പറഞ്ഞതായിട്ടും എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും നമുക്കറിയാം, ഈ വായന എന്ന് പറയുന്നത് മനുഷ്യനെ ഒരുപാട് ഭാവനയുടെ മഹാവിഹായസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, നമുക്ക് ചിറകുകൾ തരും. പ്രശസ്ത ചിന്തകനായ നീൽ ഖൈമാൻ പറഞ്ഞതുപോലെ, ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഒരു സ്വപ്നത്തെയാണ് നമ്മൾ കയ്യിലെടുക്കുന്നത്. സ്വപ്നം എന്ന് പറഞ്ഞ ഒരു മാസ്മരികമായ അനുഭവമാണല്ലോ. അപ്പൊ മാസ്മരികമായ ഒരു സംഗതിയാണ് നമ്മൾ കയ്യിലെടുക്കുന്നത്. അതുപോലെ നമ്മൾ പറയാറുണ്ട്, ഒരു പുസ്തകം വായിക്കുന്ന ഒരാളും വായിക്കാത്ത ഒരാളെയും തിരഞ്ഞെടുത്താല്, വായിക്കാത്ത ഒരാള് ഒരു ജന്മം മാത്രം ജീവിക്കുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ ഒരുപാട് ജന്മങ്ങൾ, ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് സംസ്കാരങ്ങളിൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു യാത്രാ വിവരണം വായിക്കുമ്പോൾ ആ ഒരു എഴുതപ്പെട്ട ആ സ്ഥലവും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സംസ്കാരങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് പോലെ നമുക്ക് പുസ്തകങ്ങൾ മനസ്സിലാവാറുണ്ട്. അങ്ങനെയല്ലേ കൂട്ടുകാരെ? അങ്ങനെയല്ലേ? ഒരു പുസ്തകം വായിക്കും, നമുക്ക് ആ പുസ്തകത്തിലുള്ളതുപോലെ, ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറാറില്ലേ? ആ പുസ്തകത്തിലെ കഥ നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളെ മനസ്സുണ്ടാവും. അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണമാണെങ്കിൽ അവിടുത്തെ ഭൂമിയും അവിടുത്തെ പ്രകൃതി രമണീയതയെല്ലാം നമ്മൾ തൊട്ടറിഞ്ഞതുപോലെ, അനുഭവിച്ചതുപോലെ നമുക്ക് തോന്നാറില്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മളെ കാത്ത്, നിങ്ങളെ കാത്ത് വായിക്കുന്ന കുട്ടികളാന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും നല്ല വായനാശീലമുള്ള കുട്ടികളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കുറിപ്പ് തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞ രക്ഷിതാക്കളുടെ സഹായമുള്ളതായി തോന്നിയത്. പക്ഷെ വായനാശീലമുള്ള കുട്ടികളെ ഞാൻ ഉറപ്പ് തന്നെയാണ്. അപ്പൊ നിങ്ങളെ കാത്തിട്ട് ഒരുപാട് ലൈബ്രറികൾ നമ്മുടെ നാട്ടിലുണ്ട്. PN പണിക്കരുടെ സ്മരണയ്ക്കാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നതെങ്കിലും നമുക്കറിയാം, ഒരു ദിനാചരണം അല്ലെങ്കിൽ വാരാചരണം ജൂലൈ പാതി വരെ ആയിട്ടുണ്ട് വാരാചരണം. അപ്പൊ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞിട്ടോ അരമാസം കഴിഞ്ഞിട്ടോ നിർത്തിവെക്കേണ്ട ഒരു പദ്ധതിയല്ല വായന. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണം വരെ അയാളുടെ സന്തത സഹചാരി ആരായിരിക്കണം? പുസ്തകങ്ങളായിരിക്കണം. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് ജന്മങ്ങൾ നമുക്ക് ലഭിക്കും. ഒരു ജന്മമല്ല, ഒരുപാട് ജന്മങ്ങൾ ലഭിക്കും.
ഞാൻ ഒരുപാട് ബംഗാളി സാഹിത്യങ്ങൾ വായിക്കുന്ന ഒരാളാണ്. ശരിക്കും ബംഗാളിന്റെ മുക്കും മൂലയെല്ലാം ഞാൻ പോയി കണ്ട് അനുഭവിച്ചതുപോലെ എൻ്റെ മനസ്സിൽ, കാരണം ഞാൻ വിഭൂതിഭൂഷണിന്റെയും താരാശങ്കർ ബന്ദോപാധ്യായുടെയും അതുപോലെ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകം വായിച്ചവരൊക്കെ അതാത് പുസ്തകത്തിൽ അതാത് കഥ നടക്കുന്ന പ്രദേശത്തെ കൃത്യമായി പുസ്തകങ്ങളിൽ അടയാളപ്പെടുത്താറുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തിച്ചേരും. ശരിക്കും പറഞ്ഞ ഒരു പരകായ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും പോലെയാണ് നമ്മൾ ഒരു പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിലും എനിക്കും നിങ്ങൾക്കും സമയമില്ല. അപ്പോൾ നമ്മൾ എന്താ വേണ്ടേ, എല്ലാ ലൈബ്രറിയിലും നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ വായനാശാലകൾ ഉണ്ടാവും. അപ്പോൾ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മൾ പുസ്തകം വായന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മൾ മൊബൈൽ ഉപയോഗത്തിന്റെ കുറച്ച് സമയങ്ങളെങ്കിലും ഒഴിവാക്കുക. സാധാരണ നമ്മൾ എത്ര നേരം മൊബൈൽ ഉപയോഗിക്കുകയോ അതിൽ നിന്നൊരു പാതി സമയം അതിൽ നിർത്തിവെക്കുകയും ആ സമയം വായനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ നമ്മളിൽ മഹിതമായ വളരെ നല്ല ഉത്തമ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായി വരും. ശരിക്കും പറഞ്ഞാൽ വായിക്കുന്ന PN പണിക്കർ ഇവിടെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്ന കാലത്ത് മലയാളം ശൈശവ ദശയിൽ ഒരു കുട്ടിപ്രായത്തിൽ തന്നെ മലയാളം നിൽക്കുകയായിരുന്നു. 700 കൊല്ലായി എഴുത്തച്ഛൻ മലയാള ഭാഷയെ കോർത്തിണക്കിയിട്ട്. എന്നാലും അതിന് ഒരു വളർച്ച കിട്ടുന്നത് വായനയിലൂടെയാണ്. ജനങ്ങളത് വായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് എഴുത്തിന്റെ മേഖലയിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, നമ്മുടെ ഒരു മുസ്ലിങ്ങൾ എന്ന നിലക്ക്, നമ്മൾ അധികം ആളുകൾ ഇവിടെ ഇരിക്കുന്നു മുസ്ലിങ്ങളായിരിക്കുന്നു വിചാരിക്കുന്നത്, മുസ്ലിങ്ങളുടെ നിലക്ക് വായനക്ക് നമുക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അറിവ് സമ്പാദിക്കുന്നതിന് പ്രവാചകൻ പറഞ്ഞത്, കളഞ്ഞുപോയ സ്വത്തിനെ അന്വേഷിക്കുന്നത് പോലെ നിങ്ങൾ വിജ്ഞാനത്തെ അന്വേഷിക്കണം എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശുദ്ധ ഖുർആനിലെ വായിക്കുക എന്ന് നിരക്ഷരായ സമൂഹത്തോട് ആദ്യമായിട്ട് ഖുർആൻ പറയുന്ന കാര്യം വായിക്കുക എന്നാണ്. അതുപോലെ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനായ നിന്റെ രക്ഷിതാവ് അത്യുന്നതനാകുന്നു എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എഴുതി സൂക്ഷിക്കുവാനും അത് അനുസരിച്ചിട്ട് ഓരോ തലമുറകളും വായിച്ച് കഴിഞ്ഞുപോയ ലോകത്തിന്റെയും ജനതകളുടെയും കാലത്തിന്റെയും സംസ്കൃതിയുടെയും പാഠങ്ങൾ പഠിക്കാനും എഴുത്ത് എന്ന വിദ്യ അല്ലെങ്കിൽ വിജ്ഞാനം എഴുതി സൂക്ഷിക്കുന്ന വിദ്യ പടച്ചവൻ കണ്ടുപിടിച്ചത് കൊണ്ടാണ്, പടച്ചവൻ മനുഷ്യരെ കൊടുത്തത് കൊണ്ടാണ് ആളുകൾക്ക് പിന്നെ ഇത്രയധികം ചരിത്ര ബോധം ഉണ്ടാകുന്നതിൽ വിജ്ഞാനം എഴുതി സൂക്ഷിക്കുന്ന വിദ്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വിജ്ഞാനം എഴുതി സൂക്ഷിക്കുന്ന വിദ്യ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയധികം പുസ്തകങ്ങൾ ഉണ്ടായത്. ആ ഒരു പുസ്തകത്തെ എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പല ഭാഷയിൽ പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലെ പ്രസിദ്ധമായ ഈച്ചകളുടെ തമ്പുരാൻ എന്നൊരു വിവർത്തനമുണ്ട്. കുട്ടികളെല്ലാവരും അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് വായിക്കുക. നമ്മളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് കുഞ്ഞു മക്കളായി ഇതിൽ അധികം ഉള്ളൂന്നറിയാം. എന്നാൽ 10 വയസ്സ് പിന്നിട്ടതിന് ശേഷം പുസ്തകം സെലക്റ്റീവ് ആയിട്ട് മാത്രം സ്വീകരിക്കുക. ഏറ്റവും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പഠിക്കുക. എന്നിട്ട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുക. ലളിത സുന്ദരവും എന്നാൽ വളരെയധികം ഗുണപാഠങ്ങളുള്ളതും വളരെയധികം നമ്മളെ ചിന്തയുടെ വിത്ത് പാകുന്നതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലും ഇതര ഭാഷകളിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാവരും നമ്മൾ വായിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പുസ്തകങ്ങൾക്ക് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നും വിദ്യാഭ്യാസത്തിൽ വലിയൊരാളായിരുന്നില്ല, അത്രയൊന്നും വിദ്യാഭ്യാസം നേടിയിരുന്ന ആളായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പക്ഷെ വായന കൊണ്ടാണ് ബഷീർ ഒരുപാട് ദേശസഞ്ചാരം നടത്തുകയും ഓരോ രാജ്യത്തിന്റെയും സംസ്കൃതിയിലേക്ക് അലിഞ്ഞു ചേരുകയും പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുകയും ചെയ്തിരുന്നു. ആ പുസ്തകങ്ങളുടെ വായനയാണ് ബഷീറിനെ ലോകപ്രശസ്തനായ എഴുത്തുകാരനാക്കി മാറ്റിയത്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരിലും അതുപോലെ എഴുത്തുകാർ ഒരുപാട് ബഷീർമാരും ഒരുപാട് ഉറൂബുമാരും ഒരുപാട് പുതിയ സാഹിത്യകാരന്മാരുള്ള കഴിവുള്ള ആളുകളൊക്കെ നമ്മുടെ ഇന്നത്തെ കുട്ടികളിലും ഉണ്ടായിരിക്കാം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ലോക പ്രശസ്തരായ
പ്രതിഭകളായി മാറേണ്ടത്. അതുകൊണ്ട് നിങ്ങളിലെ പ്രതിഭാശേഷിയെ പുറത്തു കൊണ്ടുവരുന്നതിൽ വായനയ്ക്ക് തീർച്ചയായും വലിയ പങ്കുണ്ട്. വായിച്ചാൽ വിളയും എന്ന് പറഞ്ഞതിന്റെ പൊരുള് അതാണ്. അപ്പം വായന ഖുർആൻ തന്നെ ഏറ്റവും ഇദംപ്രദമായി നമ്മളോട് അനുശാസിച്ച കാര്യമാണ്. പ്രവാചകൻ ഊന്നി പറഞ്ഞ കാര്യങ്ങളാണ്. വിജ്ഞാന സമ്പാദനത്തിനുള്ള പ്രോത്സാഹനങ്ങൾ നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും അതുപോലെ നമ്മുടെ മഹാന്മാരും ഒക്കെ നമ്മളോട് വളരെ ഗൗരവത്തോടെ ഉണർത്തിച്ചിട്ടുണ്ട്. അറിവുള്ളവരെ ഖുർആൻ പ്രത്യേകം ബഹുമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പിന്മുറക്കാർ എന്ന നിലയിൽ അറിവിനെ കരസ്ഥമാക്കുന്നതിന് വേണ്ടി വിജ്ഞാനം ഉപയോഗിക്കാം. ഭാവനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പുസ്തകങ്ങളെ ഉപയോഗപ്പെടുത്താം. ചെറിയ ചെറിയ കുറിപ്പുകൾ, ഇപ്പം നിങ്ങൾ എഴുതിയതുപോലുള്ള ചെറിയ ചെറിയ കുറിപ്പുകളുടെ എഴുതുന്നത് ശീലമാക്കുക. നമ്മുടെ ഡയറി എഴുത്ത് ശീലമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ എഴുതാം. മുതിർന്നവരുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ കുറിപ്പുകൾ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും മുതിർന്നവർ സഹായിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പരമാവധി അടുത്ത വായനാ ദിനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വന്തം നിലക്ക് തന്നെ വായനാക്കുറിപ്പുകൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ നല്ല വായനാശീലമുള്ള കുട്ടികളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ IPSന്റെ മാത്രം പുസ്തകങ്ങൾ വായിക്കാതെ മറ്റ് ബാലസാഹിത്യ കൃതികൾ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയിലേക്കെല്ലാം പോകുന്നതിനേക്കാളും നമുക്ക് വേണ്ടി തന്നെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെ, കുട്ടികൾക്ക് വേണ്ടി തന്നെ രചിക്കപ്പെട്ട പുസ്തകങ്ങൾ വായനാ വിധേയമാക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അതുപോലെ ഈ പരിപാടി സംഘടിപ്പിച്ച നെന്മ വെൽഫെയറിന്റെ സാരഥികൾ, അവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ ഈ ക്ഷണിച്ചതിന് ഒരുപാട് സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുരുന്നുകൾക്ക് ഒരുപാട് അറിവുകൾ നൽകി വായനയെ ഒരു ജീവിത ശൈലിയാക്കാൻ അവരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് സ്നേഹത്തോട് ഉപദേശിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ മറിയ ടീച്ചർ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വായനാ ദിനത്തിലുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്കെല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു. ഈ പരിപാടിയിലേക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി സംഗമം മേഖലാ കോർഡിനേറ്റർ നദീമയെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും. ജൂൺ 19 വായനാ ദിനം. സംഗമം കൾച്ചറൽ ഫോറം നടത്തുന്ന വായന വളർത്തുന്ന കുരുന്നു ചിന്തകൾ എന്ന ഓൺലൈൻ പുസ്തകാനുഭവ വിവരണ പരിപാടിയിലാണ് നാം ഏവരും ഉള്ളത്. നമുക്ക് ഇന്നിവിടെ പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അയൽക്കൂട്ടം അംഗങ്ങളുടെ മക്കളാണ്. അതിൽ എൻ്റെ കർത്തവ്യം നന്ദി അർപ്പിക്കുക എന്നതാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സാജിദ് കോമർ, ടീൻ ഇന്ത്യ തലശ്ശേരി ഏരിയ കോർഡിനേറ്റർ, അവർക്ക് ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ കുട്ടികളുടെ അവതരണത്തെ അവലോകനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിച്ച പ്രമുഖ കവയത്രി MK മറിയു എടക്കാട്, അവർക്കും ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമുക്ക് ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച ഫസീജ, ടീൻ ഇന്ത്യ ഏരിയ കോർഡിനേറ്റർ വനിതാ വിഭാഗം, അവർക്കും ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ ഭാരവാഹികളായ സൊസൈറ്റി പ്രസിഡന്റ് ഫാസിന ബഷീർ, സൊസൈറ്റി സെക്രട്ടറി അബ്ദുറഹീം സാഹിബ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് KM അഷ്ഫാഖ് സാഹിബ്, ഇവർക്കും ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ സ്വാഗതം അർപ്പിച്ച സംഗമം കൾച്ചറൽ ഫോറം കൺവീനർ സഫീന സുജീറിനും ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച സംഗമം കൾച്ചറൽ ഫോറം മേഖലാ കോർഡിനേറ്റർ സഹല സുഹാന അവർക്കും ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടി അവതരിപ്പിച്ച എല്ലാ കുഞ്ഞു മക്കൾക്കും ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിച്ചോളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇത്രയും നേരം നമ്മുടെ എല്ലാ മക്കളുടെ അവതരണവും കേട്ട നമ്മുടെ അയൽക്കൂട്ടം അംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഈ പരിപാടി സമാപിച്ചതായി അറിയിക്കുന്നു.